മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണിക്ക് തുറക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് 137.5 അടി പിന്നിട്ടതിനെ തുടർന്നാണ് നടപടി. സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുക. വിവരങ്ങളുമായി സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, വിവരങ്ങൾ. ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ഈ മഴ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഇവിടെ ചെയ്യുക. നിലവിൽ അണക്കെട്ടിന്റെ ജലനിരപ്പ് 137.5 അടി പിന്നിട്ട ഒരു സാഹചര്യമുണ്ട്. 142 അടിയാണ് പരമാവധി സംഭരണ ശേഷി. ഈ 140ലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്നാണ് നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇന്നലെ ഏകദേശം 7 മണിക്കൂറോളം ഈ ശക്തമായ മഴ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തെല്ലാം തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 5,987 അടി ഘനയടി വെള്ളമാണ് നിലവിൽ ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. 1,500 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഇത് തമിഴ്നാട്ടിൽ കൂടുതലും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വെള്ളം മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വെള്ളം വൈഗാ ഡാമിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ വൈഗാ ഡാം നിലവിൽ ഇപ്പോൾ അതിന്റെ സംഭരണശേഷിയുടെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഡാം തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഡാമിന്റെ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുക. ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വെള്ളം, അതായത് പെരിയാറ്റിൽ വെള്ളത്തിന്റെ തോത് കുറവാണ്. വലിയ രീതിയിലുള്ള വെള്ളമൊഴുക്കില്ലാത്തതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.